SIR നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. പക്ഷേ UP-യിലേക്കൊക്കെ വരുമ്പോൾ BLOമാർക്ക് ഗതികേടും കഷ്ടപ്പാടുമാണ്. കാരണം ഈ നടപടികൾ വൈകിപ്പിക്കുന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ BLOമാർക്കെതിരെ കൂടുതൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ. ബഹ്റൈച്ചിൽ 5 BLOമാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ്. 42 BLOമാരുടെ വേതനം തടഞ്ഞുവെച്ചു. കഴിഞ്ഞ ദിവസം നോയിഡയിൽ 60 BLOമാർക്കെതിരെ കേസെടുത്തിരുന്നു. PR അരവിന്ദിൽ നിന്ന് വിശദാംശങ്ങൾ തേടാം. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കേരളത്തിലടക്കം BLOമാർ അവർക്ക് ജോലി സമ്മർദ്ദമാണ്, അത് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടെ കുറച്ചുകൂടെ മാനുഷികമായ ഒരു പരിഗണനയെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് കരുതാം. പക്ഷേ UP-യിലേക്കൊക്കെ വരുമ്പോൾ ഇവർക്കെതിരെ നടപടിയിലേക്ക് കടക്കുന്നു. UP ഒക്കെ എത്ര വലിയ സ്റ്റേറ്റ് ആണ്, ഇവിടെയൊക്കെ BLOമാർക്ക് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ ഇവർ കൃത്യമായ പണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടികളിലേക്ക് കടക്കുകയാണ്. അവിടെയും വലിയ ജോലി സമ്മർദ്ദം എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊന്നും ഗൗനിക്കുന്നില്ലേ? ജിൽസി സൈഫ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിരവധി BLOമാരാണ് ആത്മഹത്യ ചെയ്തത്. ആ വലിയ പ്രതിഷേധവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. 16 BLOമാർക്കാണ് അമിത സമ്മർദ്ദം തുടർന്ന് ജീവൻ നഷ്ടമായെന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ BLOമാരുടെ ശക്തമായ പ്രതിഷേധവും തുടരുന്നു. പക്ഷേ ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പ്രധാനമായും BLOമാർക്കെതിരെ ശക്തമായ നടപടിയാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നോയിഡയിൽ 60 BLOമാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് ഈ നടപടികൾ വ്യാപിക്കുകയാണ്. ബഹ്റൈച്ചിൽ ഇപ്പോൾ 5 BLOമാർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബഹ്റൈൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രധാനമായും ഇതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് SIRന്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചില്ല, അല്ലെങ്കിൽ ഇതിലൊരു കാലതാമസം ഉണ്ടാക്കുന്നുവെന്ന ആരോപണമാണ്. ഇതുകൂടാതെ തന്നെ 42 BLOമാരുടെ വേതനവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം തടഞ്ഞിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വിവിധയിടങ്ങളിൽ BLOമാരുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കേരളത്തിലും അതുപോലെ തന്നെ ബംഗാളിലെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില പിന്തുണ BLOമാർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. വലിയ സമ്മർദ്ദം ഈ BLOമാർക്ക് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വിമർശനമുള്ളത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ വിവിധ നടപടികൾ, കാരണം ഇനിയും നിരവധി BLOമാർക്കെതിരെ കേസെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം SIR നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷനിലേക്ക് ഈ വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ പരിശോധന ശക്തമാക്കാനാണ് ഇപ്പോൾ ബഹ്റൈച്ച് ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ രാജസ്ഥാനിലും അതുപോലെ തന്നെ ബംഗാളിലടക്കം നിരവധി ആത്മഹത്യകളാണ് BLOമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം വലിയ സമ്മർദ്ദം തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതൊരു അടിച്ചേൽപ്പിക്കൽ എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ജനാധിപത്യത്തെ കൊല ചെയ്യുന്നു എന്ന് തന്നെ രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ദിവസം ഒരു വിമർശനം നടത്തിയിരുന്നു. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണി. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒപ്പം നിർത്തിക്കൊണ്ട് BJP നടത്തുന്ന ഒരു അട്ടിമറിയാണ് SIR എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. ജിൽസി സൈഫ്. എന്തായാലും അരവിന്ദ്, UP-യിലേക്കൊക്കെ വരുമ്പോൾ BLOമാരുടെ കഷ്ടപ്പാടാണെന്ന് പറയണം. മാത്രമല്ല ഈ ഒരുപാട് റൂറൽ സ്ഥലങ്ങളിലൂടെ ഉള്ളതാണ്. അപ്പൊ അവിടേക്ക് എത്തി ജോലി ചെയ്യുക എന്നുള്ളത് വലിയ കഷ്ടപ്പാടാണ്. ജെൽസി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വലിയൊരു സ്റ്റേറ്റ്, ഒരുപാട് ഏരിയ ഒരു BLO നോക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ജെൽസി നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനുഷിക പരിഗണന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും പ്രതിനിധികളുടെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകും. അവിടെ അതിട്ട് കാണാൻ ഇപ്പോൾ എൻ്റെ ഏരിയയിൽ BLO ഒരു സലാമാഷാണ് പുള്ളി. ഇപ്പൊ എൻ്റെ വീട്ടിൽ 2 വട്ടം പുള്ളി വന്നു. ആ സമയത്തൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുകൊടുത്ത പുള്ളി എവിടേക്കും പോകാതെ പുള്ളിയും മകനും ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ അവിടെ ഇരിപ്പാണ്. പുള്ളി പറയുന്നു ഇത് എൻ്റർ ചെയ്യുന്നിടത്തുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അതായത് ഈ ടെക്നിക്കൽ എറേഴ്സും കൂടെ അതിനകത്ത് വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ മറികടന്നാണ് അവർ ജോലി ചെയ്യുന്നത്. അതിനിടയിലാണ് കേസ് എടുക്കുന്നു, അവർക്കെതിരെ വേതനം കൊടുക്കുന്നില്ല. കഷ്ടമാണ്.